വാലൻറ്റൈൻസ് ഡേ എനിക്കൊരു നൈറ്റ് മെയർ ആയിരുന്നു. അവിടെ നിന്ന് എൻ്റെ ലൈഫ് ഒരു യൂ ടേൺ അടിച്ചത്. ഒരു അനോണിമസ് ഡേറ്റിംഗ് സൈറ്റിൽ നിന്നാണ് ഞാൻ അവളെ പരിചയപ്പെട്ടത്. ശരിക്കുള്ള പേരതല്ലെങ്കിലും ഞാനവളെ വിളിച്ചിരുന്നത് താര എന്നായിരുന്നു. ഞങ്ങൾ വളരെ പെട്ടെന്ന് സിങ്കായി. ആ സമയത്ത് ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. എന്താ പറയുക, ഈ സോൾമേറ്റ്സ് എന്നൊക്കെ പറയൂലേ, ആ ഒരു വൈബ്. ഒരു 3-4 മാസം അങ്ങനെ തന്നെ പോയി. അവസാനം ഞങ്ങൾ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. ടെൻഷനാണോ എക്സൈറ്റ്മെൻ്റ് ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നേരിട്ട് കാണുമ്പം അവൾക്കെങ്ങാനും എന്നെ ഇഷ്ടപ്പെടൂലേ എന്നൊരു പേടി. പക്ഷേ നേരിട്ട് കാണുമെന്ന് പറഞ്ഞപ്പോഴും അവളൊരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. കുറച്ച് കാലത്തേക്ക് കൂടെ നമ്മുടെ ഐഡൻറ്റിറ്റീസ് വെളിപ്പെടുത്താൻ പാടില്ല എന്ന്. എനിക്കാണെങ്കിൽ എങ്ങനെയും അവളൊന്ന് കണ്ടാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞു. അങ്ങനെ 2022 ഫെബ്രുവരി 14 ഞങ്ങൾ ആ കഫേയിൽ വെച്ച് കണ്ടുമുട്ടി. ഞാനവളെ നേരിട്ട് അന്നായിരുന്നു ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന പോലൊന്നും തോന്നിയില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപം പോലെ തന്നെയായിരുന്നു താരയുടേത്. അവൾക്കും എന്നെക്കുറിച്ച് അങ്ങനെയാണ് തോന്നിയെന്നാണ് പറഞ്ഞത്. ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്ന് സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ തവണ അവളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു, പക്ഷെ പറഞ്ഞില്ല. പകരം എല്ലാ വീക്കെൻഡ്സും കാണാം, അപ്പോൾ അതൊക്കെ ഗ്രാജുവലി പറയാമെന്നൊക്കെ അവൾ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് അവളെ കൊണ്ടുവിടാനായിട്ട് ഞാൻ കാറെടുത്ത് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കാറൊരു ആക്സിഡൻറ്റിൽ പെട്ടു. മൂന്ന് മാസത്തോളം ഞാൻ കോമയിലായിരുന്നു. പോരാത്തതിന് സ്പൈനൽ ഇഞ്ചുറി, അരയ്ക്ക് കീപ്പോട്ട്. പക്ഷെ ആ സമയത്ത് അതൊന്നും എൻ്റെ കൺസേണേ ആയിരുന്നില്ല. ബോധം വന്നപ്പോഴും താരയ്ക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. എനിക്ക് സംഭവിച്ച പോലെ അവൾക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവൾ ഓക്കെ ആയിരിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ആക്സിഡൻ്റായ കാറിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്ന്. താര എൻ്റെ ഒരു ഹാലൂസിനേഷൻ ആണെന്ന് എല്ലാവരും വിധി എഴുതി. അതെങ്ങനെയാടാ ശരിയാവുക? ആ വൈകുന്നേരം മുഴുവൻ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? താരയെ പറ്റിയുള്ള സത്യം തെളിയിക്കാൻ ഞാൻ പല വഴികളും നോക്കി. ആക്സിഡൻറ്റിൽ എൻ്റെ ഫോൺ തകർന്നു. അതിനാണെങ്കിൽ ബാക്കപ്പും ഇല്ല. CCTV ക്യാമറാസിൽ നിന്ന് എനിക്ക് വേണ്ടൊന്നും കിട്ടിയതുമില്ല. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ നമ്മൾ എത്ര കാലം ജീവിക്കൂടാ? അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. ഇതവളെ കണ്ടുപിടിക്കാനുള്ള എൻ്റെ അവസാനത്തെ ശ്രമമാണ്. അപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ? റെഡിറ്റോ? എന്താ പോലെ ഫേസ്ബുക്കിലിട്ടാ പോരെ? ഫേസ്ബുക്ക് പോലെ അല്ല റെഡിറ്റ്. അതൊരു ലീഗൽ ഡാർക്ക് വെബ് പോലെയാണ്. US-ലൊക്കെ 10-20 വർഷമായിട്ട് തെളിയിക്കപ്പെടാത്ത പല കോൾഡ് കേസസും ഈ റെഡിറ്റ് ഡിസ്കഷൻസ് വഴി റീഓപ്പൺ ചെയ്തിട്ടുമുണ്ട്, തെളിയിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ എനിക്കെന്നെ താരയെ കണ്ടുപിടിക്കാൻ പറ്റും. I just know it.
2022 ഫെബ്രുവരി 14 ആ കഫേയിൽ വെച്ച് ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ്. ഒന്ന് കണ്ടു.